കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് കപ്പയും മത്തിയും കൊണ്ടിട്ട് അടിപൊളി ഒരു ഡിഷ് ചെയ്താലോ? വേണമെങ്കിൽ നമുക്ക് കപ്പ ബിരിയാണി എന്ന് വിളിക്കാം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒന്നും പറയാനായിട്ടില്ല. നമ്മുടെ ഈ മഴയും തണുപ്പൊക്കെ അത് ഈ ചൂട് കപ്പയും മത്തിയായിട്ട് കഴിക്കാനേ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. നമുക്കിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ നോക്കിയാലും ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കാം. ഞാൻ അത് ചോപ്പിംഗ് മെഷീനിൽ വെച്ചിട്ട് എളുപ്പത്തിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് അതിലിരുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞായിട്ട് കട്ടായി വരുന്നുണ്ട്. നമ്മുടെ മത്തിയൊക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കപ്പയും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. കണ്ടേ, നമ്മുടെ കപ്പയും മത്തിയായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് നമ്മുടെ മത്തിയിലുള്ള മുള്ളൊക്കെ ഒന്ന് തനിയെ മാറ്റിയെടുക്കാം കേട്ടോ. ഇത് നമുക്ക് കൊച്ചുകുട്ടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് കപ്പയും മത്തിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലുള്ള മുള്ളൊക്കെ ഒന്ന് കുട്ടികൾക്ക് കഴിക്കുമ്പോഴത്തേക്കും കുത്തത്തില്ലേ, മുള്ളൊക്കെ കുത്തും, ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മത്തിയൊക്കെ ഒന്ന് മുള്ളൊക്കെ കളഞ്ഞിട്ട് മത്തി മാത്രം തനിയെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനൊരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാൻ ഞാനൊരു 4 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കരിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് ഉപ്പ് വന്നിട്ട് നമ്മൾ നേരത്തെ മത്തിയിലും ഇത് കപ്പയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അതിന് നമുക്കിത് ഉള്ളിയുടെ കുറച്ച് ഇത് വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നേരം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി മത്തി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ മത്തി ചെറിയ മത്തിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പയൊക്കെ അതിലിട്ടിട്ടേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതിലേക്ക് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് വെച്ച് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് നല്ല മഴ കേട്ടോ. അവിടെ നല്ല മഴയും പിന്നെ കറണ്ട് പോയി. അതുകൊണ്ടാണ് കേട്ടോ വീടിനുള്ളിൽ വെച്ച് എടുക്കുന്നത്. നമുക്ക് ഇത്തിരി വെട്ടം കുറവായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. എൻ്റെ ചേട്ടനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ സഹായിക്കാനൊക്കെ ആയിട്ട്. നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഞാനപ്പോൾ ഒന്ന് ഒരു പീസ് മത്തിയും കപ്പയായിട്ടൊന്ന് കഴിച്ച് നോക്കി കേട്ടോ. എന്താ പറയാൻ, ഇത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അത് ചൂടോടെ കേട്ടോ ഇരുന്നത്. നമ്മുടെ മഴയും തടുപ്പ് കപ്പ, ചൂട് കപ്പ കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഷെയർ ചെയ്യും.